സിൽക്കി കോട്ടയാണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. നല്ല പാറ്റേണിൽ ആപ്ലിക് വർക്കിലാണ് സാരി വന്നിരിക്കുന്നത്. കളർ പാലറ്റ് പറയുകയാണെങ്കിൽ സോഫ്റ്റ് പേസ്റ്റൽ ബേബി പിങ്ക് ആണ് സാരിയുടെ കളർ. അതിൽ ബേബി പിങ്ക് ടോണിൽ തന്നെ സെൽഫ് കളറിൽ തന്നെയായിരിക്കും അവർ ആപ്ലിക് വർക്കും എംബ്രോയിഡറി വർക്കിന്റെ പാറ്റേണും വരുന്നുണ്ട് സാരിയിൽ. സാരിയുടെ ഓവറോൾ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്. അവർ ചെസ്റ്റ് പോർഷനും മുന്താണി കംപ്ലീറ്റ് ആപ്ലിക് വർക്കിൽ തന്നെയാണ് വരുന്നത്. ഇതിന്റെ പ്ലീറ്റ്സിന്റെ പോർഷൻ വരുമ്പോൾ ഇതേ ഡിസൈനിൽ തന്നെ എംബ്രോയിഡറി വർക്കിലായിരിക്കും. സെയിം ടോണിൽ തന്നെ ആ ഒരു ബേബി പിങ്കിൽ തന്നെയുള്ള എംബ്രോയിഡറി വർക്കിലായിരിക്കും പ്ലീറ്റ്സിന്റെ പോർഷൻ വരിക. ചെസ്റ്റും ബോഡിയും കംപ്ലീറ്റ് ഈ ഒരു പാറ്റേണിൽ ആപ്ലിക് വർക്ക് വരും. ഇതിന്റെ ഡിസൈനിൽ ചെറിയ ചെറിയ വേരിയേഷൻസ് വരാം, കാരണം നമ്മൾ റാൻഡം ആയിരിക്കും അയക്കുന്നത്. എല്ലാം ഫ്ലോറൽ ഡിസൈൻസ് തന്നെ വരും. വളരെ ചെറിയ ഡിസൈൻസിന്റെ ആ ഒരു പെറ്റൽസിലും ജാൽ പാറ്റേണിലും ചെറിയ വേരിയേഷൻസ് വരാം കേട്ടോ. സ്കാലപ്പിലാണ് ബോർഡർ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഇതായിരിക്കും ഓവറോൾ ലുക്ക് വരിക. ഞാൻ ക്ലോസറിൽ കാണിക്കാം സാരിയുടെ ആ ഒരു ഫിനിഷ്. നല്ല പാറ്റേണിലാണ് അവർ ആപ്ലിക് വർക്കിന്റെ ആ ഒരു ഡിസൈൻസ് വരുന്നത്. ബോഡിയിൽ വിത്ത് സ്കാലപ്പ് ബോർഡർ സെയിം സ്റ്റൈൽ തന്നെ ആയിരിക്കും മുന്താണി വരുന്നത്. ബ്ലൗസിലും ആ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്കിലാണ് സെയിം ടോൺ. ഇത് ബേബി പിങ്ക് തന്നെയുള്ള സ്മോൾ ഫ്ലോറൽ എംബ്രോയിഡറി വർക്കിലാണ് സാരിയുടെ റണ്ണിങ് ബ്ലൗസ് വരുന്നത്. നെക്സ്റ്റ് കളർ നല്ലൊരു ഓഷ്യൻ ഗ്രീൻ ആണ്, അക്വാ ഗ്രീൻ ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. സെയിം സ്റ്റൈലിൽ തന്നെ ഫുൾ ആപ്ലിക് വർക്കിൽ തന്നെ ആയിരിക്കും ചെസ്റ്റ് പോർഷനും മുന്താണിയും വരുന്നത്. പ്ലീറ്റ്സ് വരുമ്പോൾ ഇതേ പാറ്റേണിൽ തന്നെയുള്ള ഫ്ലോറൽ ഡിസൈൻസിലായിരിക്കും അവർ എംബ്രോയിഡറി വർക്ക് വരുന്നത്. പ്ലീറ്റ്സ് ഈ ഒരു പാറ്റേണിലാണ് പ്ലീറ്റ്സ് വരുന്നത്. പ്ലെയിൻ ബ്ലൗസ്. എല്ലാ കളേഴ്സും നല്ല നല്ല കളേഴ്സാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇത് വരുന്നത് പേസ്റ്റൽ യെല്ലോ സാരിയുടെ ടോൺ. സെയിം സ്റ്റൈൽ ഫുൾ ബോഡിയിൽ ഫ്ലോറൽ ആപ്ലിക് വർക്ക്, സ്കാലപ്പ് ബോർഡർ, റണ്ണിങ് പല്ലു. ആ ഒരു സെൽഫ് കളർ എംബ്രോയിഡറി വർക്കിലാണ്, ഫ്ലോറൽ എംബ്രോയിഡറി വർക്കിലാണ് എല്ലാ സാരീസിന്റെയും ബ്ലൗസ് വരുന്നത്. നെക്സ്റ്റ് കളർ ലാവൻഡർ ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. നല്ല പാറ്റേണിലാണ് എല്ലാ സാരീസിലും ആ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്കിൽ ആ ഒരു ആപ്ലിക് വർക്കിലാണ്. ചെസ്റ്റ് പോർഷനും മുന്താണി വരുന്ന ആപ്ലിക് വർക്കും പ്ലീറ്റ്സിന്റെ പോർഷൻ വരുമ്പോൾ ആ ഒരു ത്രെഡ് വർക്കിലും ആയിരിക്കും വരുന്ന സാരി. ഫ്ലോറൽ മോട്ടീസിലാണ്, എംബ്രോയിഡറി മോട്ടീസിലാണ് റണ്ണിങ് ബ്ലൗസ്. സോഫ്റ്റ് സിൽക്കി കോട്ടയിലാണ് എല്ലാ സാരീസും വരുന്നത്. കളർ പാലറ്റ് പറയുകയാണെങ്കിലും ഓരോ കളേഴ്സും ഒന്നിനൊന്നും നല്ല കളേഴ്സിലാണ് വരുന്നത്. ഇത് വരുന്നത് പേസ്റ്റൽ പീച്ചിലാണ് സാരി വരുന്നത്. ഫുൾ ബോഡി ആപ്ലിക് വർക്ക്, ഒരു പ്ലീറ്റ്സിന്റെ പോർഷൻ വരുമ്പോൾ എംബ്രോയിഡറി വർക്കിലായിരിക്കും വരുന്നത്. ഫ്ലോറൽ എംബ്രോയിഡറി എംബോസ്ഡ് മോട്ടീവ്സിലുള്ള റണ്ണിങ് ബ്ലൗസ് ആണ് എല്ലാ സാരിക്കും അവൈലബിൾ ആയിട്ടുള്ളത്. ഇന്നത്തെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആയിരുന്നു. നമുക്കൊരു ബാപ്റ്റിസം, ഹോളി കമ്മ്യൂണിയൻ, അതെല്ലാം നമുക്കൊരു ഫംഗ്ഷൻ വെയർ ആയിട്ടും എല്ലാം നമുക്ക് ഡ്രേപ്പ് ചെയ്യാവുന്ന സാരീസ് ആയിരുന്നു. വർക്ക് വെയർ ആയിട്ട് വരെ നമുക്ക് ഡ്രേപ്പ് ചെയ്യാവുന്ന നല്ല ബ്യൂട്ടിഫുൾ സാരീസ് ആണ്. വളരെ അഫോർഡബിൾ പ്രൈസ് റേഞ്ചിലാണ് സാരീസ് വന്നിരുന്നത്. ലാസ്റ്റ് സാരി പിസ്ത ഗ്രീൻ, സെയിം ടോൺ, അതേ ആപ്ലിക് വർക്ക് തന്നെ ആയിരിക്കും സാരിക്ക് വരുന്നത്. വിത്ത് സ്കാലപ്പ് ബോർഡർ, എംബോസ്ഡ് ഫ്ലോറൽ എംബ്രോയിഡറി വർക്കിലായിരിക്കും റണ്ണിങ് ബ്ലൗസ് വരുന്നത്.